ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സക്സസ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ഡെസിഗ്നേഷനിലേക്കുള്ള നമ്മുടെ സ്കില്ലോ നോളജോ എന്നതിനേക്കാൾ ഉപരിയായി നമ്മളുടെ അപ്പിയറൻസ്, അതായത് വാട്ട് ഇംപ്രഷൻ വി ആർ ലീവിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ഇൻ്റർവ്യൂ ടീം, അതർവൈസ് ഹൗ വി ആർ പ്രസൻറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ഇൻ്റർവ്യൂ ബോർഡ്, അതിനെ ഡിപ്പെൻഡ് ചെയ്താണ്. സോ എങ്ങനെയാണ് ഒരു റൈറ്റ് വേയിൽ നമ്മൾ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിനെക്കുറിച്ചാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്തിനെയൊക്കെയാണ്? ഫസ്റ്റ് അതിൻ്റെ പ്രിപ്പറേഷൻ, കോൺഫിഡൻസ്, ആറ്റിറ്റ്യൂഡ്, കമ്മ്യൂണിക്കേഷൻ, എന്തൂസിയാസം, പിന്നെ നമ്മുടെ പെർഫോമൻസ്, അതായത് ആ പർട്ടിക്കുലർ ഏരിയയെക്കുറിച്ചുള്ള നമ്മുടെ നോളജ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഇൻ്റർവ്യൂവിൽ മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഓരോ ഫാക്ടറും അല്ലെങ്കിൽ ഓരോ സ്റ്റെപ്പും നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് അതിന് ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷനാണ്. അപ്പോൾ പ്രിപ്പറേഷൻ അതിന് മുമ്പേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. എന്തൊക്കെയാണ് അതിൻ്റെ പ്രിപ്പറേഷൻ? ഫസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ ഏത് കമ്പനിയിലേക്കാണ് അല്ലെങ്കിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ആ കമ്പനിയെക്കുറിച്ചുള്ള ഒരു റിസർച്ചാണ്. അതിൻ്റെ അകത്ത് മെയിനായിട്ടും അതിൻ്റെ മിഷൻ, വിഷൻ ഇതൊന്നും നമ്മൾ അറിഞ്ഞ് ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫസ്റ്റ് നമ്മളത് എന്താണ്, എന്തിനെ ഫോക്കസ് ചെയ്താണ്, അതായത് വാട്ട്സ് എ സ്കോപ്പ് ഓഫ് സർവീസ്, അവരുടെ സ്കോപ്പ് ഓഫ് സർവീസ് എന്താണ്, അതിൻ്റെ അകത്തുള്ള മെയിനായിട്ടുള്ള അക്കംപ്ലിഷ്മെൻറ്റ്സ് എന്താണ്, ഇപ്പോഴുള്ള അതിൻ്റെ നമ്മളെന്തെങ്കിലും ഫേമസ് ആയിട്ടുള്ള എന്തെങ്കിലും ഓർഗനൈസേഷൻ്റെ ഡയറക്ടർ, ഇങ്ങനെയുള്ള ആൾക്കാർ, ഇവരെക്കുറിച്ചൊക്കെ ഒന്ന് നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. രണ്ടാമത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ജോബ് ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചുള്ള ജോലിയാണോ എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അതിനു മുമ്പ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. നമുക്ക് കോമൺലി ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്, വൈ ഡു യു വോണ്ട് ടു വർക്ക് ഹിയർ, ദെൻ യുവർ സ്ട്രെങ്ത്, യുവർ വീക്ക്നെസ്, ഇങ്ങനെയുള്ള കുറച്ച് കോമൺലി ആസ്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് എല്ലാ ഇൻ്റർവ്യൂവിലും ചോദിക്കുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഒരു നല്ല ആപ്റ്റായിട്ടുള്ള ഒരു ആൻസർ കൊടുക്കത്തക്ക രീതിയിൽ വേണം നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് പോകാനായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് ഒരു പ്രിപ്പറേഷൻ വരുന്നത്. പിന്നെ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ അണ്ടർ വരുന്നതാണ് നമ്മുടെ ഓൺ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും നമ്മൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഒരു വേയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് അതെങ്ങനെ ചോദിക്കണം എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ട് വേണം പോകാൻ. രണ്ടാണ് നമ്മുടെ ഔട്ട്ഫിറ്റിൻ്റെ അകത്ത് വരുന്നതാണ് നമ്മുടെ ഡ്രസ്സിങ്. അപ്പോൾ ഡ്രസ്സ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഒരു പ്രൊഫഷണൽ ഒരു ലുക്ക് വരുന്ന ഡ്രസ്സാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതിന് നമ്മൾ വെസ്റ്റേൺ ഡ്രസ്സ് സെലക്ട് ചെയ്യണം അങ്ങനെയൊന്നുമില്ല. നമ്മളുടെ ഒരു രീതിക്ക് അനുസരിച്ചുള്ള ഡ്രസ്സ് അതെന്ത് വേണേലും നമുക്ക് സെലക്ട് ചെയ്യാം. പക്ഷേ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ അത് ഒത്തിരി ലൂസാകാനോ ഒത്തിരി ടൈറ്റ് ആകാനോ പാടില്ല. അത് ക്ലീൻഡ് ആയിരിക്കണം, അയൺഡ് ആയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ഡ്രസ്സിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അതിനോടൊപ്പം ന്യൂട്രൽ കളർ, ഒരു ഓഫ് കളറൊക്കെ ഉള്ളതാണ്, വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള കളറുള്ള ഡ്രസ്സൊന്നും യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ വേറെ അസസറീസ്, നമ്മുടെ ഓർണമെൻറ്റ്സ് അല്ലെങ്കിൽ ജുവലറീസ്, ഇതെല്ലാം വളരെ മിനിമം ജുവലറീസ് യൂസ് ചെയ്യണം. നമ്മുടെ യൂസ് ചെയ്യുന്ന പെർഫ്യൂംസ് വളരെ മിനിമം ഫ്രാഗ്രൻസ് കൊടുക്കുന്നതായിരിക്കണം. എസ്പെഷ്യലി ഈ ജാസ്മിൻ്റെ ഉള്ളതൊന്നും നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. അതായത് ഒരു റോയൽ മിറാജ് അങ്ങനെ കുറച്ച് ബ്രാൻഡ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. അടുത്തത് നമ്മുടെ എൻഷുർ അവർ ഷൂസ് ആർ ക്ലീൻഡ് ആൻഡ് പോളിഷ്ഡ്, അതായത് അത് വളരെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതാണ്. വളരെ ക്ലീൻ ആയിട്ടുള്ള ഷൂസൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അത് ലേഡീസ് ആണെങ്കിൽ അതനുസരിച്ച്. പക്ഷെ നടക്കുമ്പോൾ ഇങ്ങനെ സൗണ്ടൊന്നും കേൾക്കുന്നതൊന്നും യൂസ് ചെയ്യാതിരിക്കുക. ദെൻ നെയിൽസ് കട്ട് ഷോർട്ട് ആയിരിക്കണം, ക്ലീൻ ആയിരിക്കണം. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നെയിൽസ് കട്ട് ഷോർട്ടും ക്ലീനും ആയിരിക്കണം. ഇത്രയാണ് നമ്മുടെ ഡ്രസ് കോഡിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത്. പിന്നെ നമ്മുടെ ഹെയർ ഇങ്ങനെ ഓപ്പൺ ഇടുന്നതിനേക്കാളും നീറ്റായിട്ട് ടൈ ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. അടുത്തത് മേക്കപ്പ് ആണെങ്കിലും മിനിമം മേക്കപ്പ് യൂസ് ചെയ്യുക. ഓവർ മേക്കപ്പ് ഇടുക, നമുക്ക് സ്യൂട്ടാകാത്ത തരമുള്ള ഡ്രസ്സ് മേക്കപ്പുകൾ അതൊന്നും നമുക്ക് പാടില്ല. അനദർ തിങ്, ലിപ്സ്റ്റിക്കൊക്കെ ഇടുമ്പോൾ അവനവൻ്റെ കളർ ടോണിന്, സ്കിൻ ടോണിന് ചേരുന്ന ലിപ്സ്റ്റിക്കൊക്കെ ഉപയോഗിക്കാൻ നോക്കുക. പിന്നെ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി എടുത്തു വെക്കണം. എക്സ്ട്രാ ഒരു റെസ്യൂം കൂടെ നമ്മുടെ കൂടെ വേണം. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ സോഫ്റ്റ് കോപ്പി ഉണ്ടെങ്കിൽ അതായാലും മതി. പിന്നെ അവർ ചോദിക്കാൻ സാധ്യതയുള്ള സർട്ടിഫിക്കറ്റുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ഒരു ദിവസം മുമ്പേ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കണം. ഒരു പെന്നും ഒരു നോട്ട് പാഡും വേണം. ഒരിക്കലും എന്തെങ്കിലും എഴുതാനായിട്ട് ഇൻ്റർവ്യൂ ബോർഡിനോട് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഇൻ്റർവ്യൂവറോട് ചോദിക്കുന്ന ഒരവസ്ഥ നമ്മൾ വരാൻ പാടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ പ്രിപ്പറേഷൻ്റെ അകത്ത് വരുന്നത്. അടുത്തത് on the day of interview, what are the things we have to focus on the day of interview? First we have to arrive on time.
അറൈവ് ഓൺ ടൈം മീൻസ് അറ്റ് 10 to 15 മിനിറ്റ്സ് ആ സമയത്ത് നമ്മൾ എത്തിച്ചേരണം. അതിന് മുമ്പേ നമ്മൾ വരണം. ഒരു മണിക്കൂർ അരമണിക്കൂർ മുമ്പേ എത്തിച്ചേരേണ്ട ആവശ്യമില്ല. ഒരിക്കലും ലേറ്റായിട്ട് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യരുത്. അതായത് നമ്മുടെ ടൈം മാനേജ്മെൻ്റ് ആണ് അതിൻ്റെ അകത്ത് കാണുന്നത്. അതായത് നമ്മൾ ഒരു ഇൻ്റർവ്യൂ ഫസ്റ്റ് അതിന് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അത് ചിലപ്പോൾ നമ്മളെ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ടൈം മാനേജ്മെൻറ്റിൻ്റെ അത് നമ്മൾ ടു ഏർലി ടു ലേറ്റ് ഇത് രണ്ടും അക്സെപ്റ്റബിൾ അല്ല. അതുകൊണ്ട് 10 to 15 മിനിറ്റ്സ് ആണ് മാക്സിമം നമ്മൾ ഏർലി എത്തിച്ചേരേണ്ടത്. പിന്നെ വല്ല വിർച്വൽ ഇൻ്റർവ്യൂസ് ആണെങ്കിൽ എന്തായാലും ഏത് ഓപ്ഷനാണ്, സ്കൈപ്പ് ആണോ അല്ലെങ്കിൽ സൂം ആണോ, ഇതെല്ലാം നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച് നമ്മുടെ നെറ്റ് കണക്ഷൻസും എല്ലാം നോക്കി വെക്കണം. കറക്റ്റ് ഇൻ്റർവ്യൂ ടൈമിൽ അല്ലെങ്കിൽ നമ്മൾ പാനിക്കാവും. കാരണം പിന്നെ ഇൻ്റർവ്യൂ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം. പിന്നെ അടുത്തത് നമ്മൾ എങ്ങനെയാണ് ഇൻ്റർവ്യൂ ബോർഡിനെ പ്രസൻറ്റ് ചെയ്യുന്നതെന്നാണ്. അവരുടെ മുമ്പിൽ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നതെന്ന് എങ്ങനെയാണ്. ഫസ്റ്റ് നമ്മൾ ഒരു കയറുമ്പോൾ സാധാരണ ചെയ്യുന്നുള്ളവർ നമ്മൾ വേഗം തള്ളി കയറാൻ പാടില്ല. ജസ്റ്റ് ക്ലോസ്ഡ് ആണ് ജസ്റ്റ് നോക്കിയ അല്ലെങ്കിൽ എക്സ്ക്യൂസ് മീ പറഞ്ഞ് വേണം നമ്മൾ അകത്ത് കയറാനായിട്ട്. കയറി കഴിഞ്ഞ് ക്ലോസ് ചെയ്ത് കിടന്ന ഡോറാണെങ്കിൽ നമ്മൾ അത് ക്ലോസ് തന്നെ ചെയ്തിടണം. ഓപ്പൺ ചെയ്തിരുന്ന ഡോറാണെങ്കിൽ നമ്മൾ ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ക്ലോസ് ചെയ്യുന്ന ഡോറാണെങ്കിൽ നമ്മൾ എൻട്രി ചെയ്തിട്ട് നമ്മളത് ക്ലോസ് ചെയ്യുന്നത് സൗണ്ട് ഉണ്ടാക്കാതെ വേണം. അതോടൊപ്പം നമ്മൾ കംപ്ലീറ്റ് ടേൺ ചെയ്ത് ബാക്ക് കാണുന്ന രീതിയിലല്ല സൈഡിലേക്ക് ടേൺ ചെയ്തുകൊണ്ടാണ് വേണം നമ്മൾ ഒരു ഡോർ ക്ലോസ് ചെയ്യാനായിട്ട്. ദെൻ നമ്മൾ ഇൻ്റർവ്യൂ ബോർഡിനെ നമ്മൾക്കൊരു ഗുഡ് പോസ്റ്റർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ ഇരിക്കുമ്പോഴും ഒക്കെ അല്ലെ നടക്കുമ്പോഴും ഒക്കെ ഒരു പ്രൊഫഷണൽ പോസ്റ്റർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. എസ്പെഷ്യലി ആ ജോബിൻ്റെ ക്യാരക്ടർ അനുസരിച്ച് ഇതൊക്കെ വളരെയധികം ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഫസ്റ്റ് നമുക്കറിയാതെ നമ്മൾ ചെയ്യും. ഇൻ്റർവ്യൂ ബോർഡിനെ നമ്മൾ വിഷ് ചെയ്യണം, അതായത് ഗ്രീറ്റ് ചെയ്യണം. ആ ടൈം അനുസരിച്ചാണ് ഗ്രീറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ അവരിരിക്കാം മീൻസ് അവരുടെ പെർമിഷനോട് കൂടിയാണ് നമ്മൾ നമുക്ക് നമ്മുടെ സീറ്റ് യൂസ് ചെയ്യാം. ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഇരുന്ന ഉടനെ നമ്മുടെ ഈ കയ്യിലുള്ള റെസ്യൂമി, നമ്മുടെ കയ്യിലുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം ടേബിളിലേക്ക് വെക്കാതിരിക്കുക. ഇരിക്കുമ്പോൾ നമ്മൾ നല്ലൊരു ഗുഡ് സ്ട്രെയിറ്റ് പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഐ കോണ്ടാക്റ്റ് വേണം. അവരോട് കണ്ണി നോക്കി, അതായത് ഐ കോണ്ടാക്റ്റോട് കൂടി സംസാരിക്കാൻ പഠിക്കുക. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടുള്ളത്. പിന്നെ നമ്മൾ കോൺഫിഡൻസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട സമയമാണ്. പക്ഷേ നമ്മൾ ഒരിക്കലും ഓവർ കോൺഫിഡൻസ് പാടില്ല. അവർ ചോദിക്കുന്ന ഓരോ ക്വസ്റ്റ്യനും നമ്മൾ എങ്ങനെയാണ് വളരെ സിൻസിയറായിട്ടായിരിക്കണം ആൻസർ പറയാൻ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ റെസ്യൂമി സിൻസിയർ ആയിരിക്കണം. ഉള്ള കാര്യങ്ങൾ മാത്രം എഴുതണം. വേറെ ഒന്നും ഒരിടത്തൊന്നും ഡൗൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ നോക്കിയൊന്നും ഒരു റെസ്യൂമി തയ്യാറാക്കല്ല. നമ്മുടെ കാര്യങ്ങൾ മാത്രമേ എഴുതാവുള്ളൂ. അതിൻ്റെ അകത്ത് അധികം കാര്യങ്ങളില്ലെങ്കിലും കുഴപ്പമില്ല. എഴുതുന്നത് വളരെ സിൻസിയറായിട്ടിരിക്കണം. ഫസ്റ്റ് നമ്മുടെ സ്കില്ല്, നമ്മുടെ നോളജ് എന്താണെന്ന് നമ്മൾ അതിൽ ബിലീവ് ചെയ്യണം. അല്ലാതെ ഓവർ കോൺഫിഡൻസോട് കൂടി നമ്മൾ ഒത്തിരി ഇങ്ങനെ പറയാനോ അങ്ങനെ അതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. ഉള്ള സ്കില്ലിൽ കോൺഫിഡൻ്റായി വളരെ ക്ലിയറായിട്ട് സോഫ്റ്റ് സൗണ്ടിൽ മീഡിയം ടോണിലാണ് നമ്മൾ ഇൻ്റർവ്യൂ ബോർഡിനോട് സംസാരിക്കേണ്ടത്. പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യങ്ങളാണ്, നമ്മൾ ഒരിക്കലും അവർ സംസാരിക്കുമ്പോൾ നമ്മൾ വേറൊരിടത്തേക്ക് അറ്റൻഷൻ പോവുക അല്ലെങ്കിൽ കൈ ക്രോസ് ചെയ്ത് ഇരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് ഡിസ്റെസ്പെക്റ്റായിട്ട് വരും, ഡിഫെൻസീവ് മോഡായിട്ട് വരും. അത് അക്സെപ്റ്റ് ചെയ്യില്ല. പിന്നെ നമ്മൾ ടേബിളിൽ ഇങ്ങനെ നോക്കി ചെയ്ത് തട്ടിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ചുറ്റും ഇങ്ങനെ നോക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്തൂസിയാസം ഇല്ല എന്നുള്ളതിന് കാരണമാണ്. അതായത് അതാണ് അതിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. സോ അതും ഇൻ്റർവ്യൂവിൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അടുത്തതാണ് കമ്മ്യൂണിക്കേഷൻ. അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. കമ്മ്യൂണിക്കേഷൻ എന്താണ്? അവർ ചോദിക്കുക അല്ലെ ഇൻ്റർവ്യൂവർ ചോദിക്കുന്ന കാര്യങ്ങൾ അല്ലെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ എ ടു സി കംപ്ലീറ്റ് ലിസൺ ചെയ്ത് തിങ്ക് ചെയ്ത് വേണം സംസാരിക്കാൻ. അല്ലെങ്കിൽ അവരൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, നമുക്ക് ആ ക്വസ്റ്റ്യൻ നേരത്തെ നമ്മൾ കാണാതെ പഠിച്ചു വെച്ചേക്കുമായിരിക്കും ചിലപ്പോൾ. കാരണം അങ്ങനെ ചിലർ പോകും, കോമൺ ക്വസ്റ്റ്യൻസൊക്കെ. ആ ക്വസ്റ്റ്യൻ തീരുന്നതിനിപ്പുറം കയറി സംസാരിക്കല്. എത്ര അറിയാവുന്നതാണെങ്കിലും അറിയില്ലെങ്കിലും അത് കഴിഞ്ഞ് നമ്മളൊന്ന് ചിന്തിച്ചിട്ട് വേണം അതിന് ആൻസർ പറയാൻ. എപ്പോഴും നമ്മുടെ ആൻസർ വളരെ ഷോർട്ട്, കൺസൈസ്, റെലവൻറ്റ് ഫോമിലായിരിക്കണം. എസ്പെഷ്യലി നമ്മൾ ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്, അത് ഒരു 30 സെക്കൻഡ് ടു 1 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം 1.5 മിനിറ്റ്സ്, അതായത് 1.5 മിനിറ്റ് വരെയാണ് ഒരു ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് പറയാനുള്ള ടൈം. അത് എപ്പോഴും 1 മിനിറ്റ് താഴെ നിൽക്കുന്നതാണ് നല്ലത്. കാരണം നമ്മളെക്കുറിച്ചുള്ള എല്ലാ കാര്യം അവർ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്ത റെസ്യൂമിൽ
ഓൾറെഡി ഉണ്ട്. പിന്നെ എന്താണ്, അവർക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ കോൺഫിഡൻസ്, നമ്മുടെ ഹൗ വി ആർ അപ്പിയറിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതായത് ഇതിൽ നിന്ന് അവർ നമ്മുടെ ആൻസറിനേക്കാൾ കൂടുതൽ നമ്മുടെ ഇങ്ങനെയുള്ള കോൺഫിഡൻസ് ഒക്കെയാണ് അസസ് ചെയ്യുന്നത്. അതോടുകൂടി, അതായത് ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ടില്ലേ, ആ ടെൽ മി അബൌട്ട്, അവിടത്തോടു കൂടി സെലക്ട് ആകണോ വേണ്ടയോ എന്നുള്ളത് ഒരു 60% ഡിസൈഡഡാണ്. കാരണം അവിടുന്ന് അവർക്കറിയാം ആറ്റിറ്റ്യൂഡ് നല്ലതാണെങ്കിൽ, കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തന്നെ ഒരു ക്യാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യാനുള്ള ക്വാളിറ്റി ആയി, അതായത് ഒരു 60% ക്വാളിറ്റി ആയി. ബാക്കിയാണ് സ്കില്ലും നോളജും ഒക്കെ നമുക്ക് ഒരു ബേസിക് ആയാലും മതി, അത് അവിടെ വർക്ക് ചെയ്ത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയാം. അത് ഒരു മെയിനായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഒത്തിരി അറിവുള്ളവർ ഒക്കെ ഉണ്ടെന്ന്, ഒത്തിരി കോൺഫിഡൻസ് ഉള്ളവർ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നെഗ്ലക്റ്റ് ചെയ്ത് അവരുടെ അറിവിനെ റിഫ്ലക്റ്റ് ചെയ്യാൻ നോക്കും. പക്ഷേ അത് അത്ര അക്സെപ്റ്റബിൾ അല്ല പല സ്ഥലങ്ങളിലും. അത് നമ്മൾ ഓർത്തിരിക്കണം. നമ്മുടെ കോൺഫിഡൻസ് ആണ്, ഓവർ കോൺഫിഡൻസ് അല്ല അവർക്ക് വേണ്ടത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഫില്ലർ വേർഡ്സ് ഉണ്ട്, ഫില്ലിംഗ് വേർഡ്സ്. അതായത് നമ്മൾ എന്തെങ്കിലും രണ്ട് കമ്മ്യൂണിക്കേഷൻ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യും. അതായത് നമ്മൾ ചിന്തിക്കുവാണ്, ആ സ്പേസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫില്ലർ വേർഡ്സ് എന്നുള്ളതൊക്കെയാണ്. അത് അവോയ്ഡ് ചെയ്യുക. അതിന് മെയിനായിട്ടും അങ്ങനെ ഒരു പ്രോബ്ലം ഉള്ളവർ പ്രാക്ടീസ് ചെയ്ത് പോവുക. അങ്ങനെ പറയാനുള്ളവർ എന്നുവെച്ചാൽ നമ്മുടെ ഫില്ലർ വേർഡ് വരുമ്പോൾ നമ്മളൊരു സോഫ്റ്റായിട്ടൊരു ബ്രീത്ത് എടുക്കുക, ഇങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെ കുറച്ച് എക്സസൈസുകളൊക്കെ അതിനുണ്ട്. അങ്ങനെ ഇത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഒരിക്കലും ഇൻ്റർവ്യൂവറെ ഇൻ്ററപ്റ്റ് ചെയ്ത് സംസാരിക്കരുത്, ഇടയ്ക്ക് കയറി സംസാരിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നതാണ്. ഒരു ഇൻ്റർവ്യൂവിൻ്റെ ആംഗിൾ ഓഫ് വ്യൂ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ഇതൊന്നും നമ്മൾ ചെയ്യരുത്. നമ്മുടെ പേഷ്യൻസ് അവിടെ മെഷർ ചെയ്യപ്പെടുകയാണ്. റെസ്പെക്റ്റും അതിൻ്റെ അകത്ത് നമ്മൾ അസസ് ചെയ്യുന്നുണ്ട്. പിന്നെയാണ് എന്തൂസിയാസം, ഷോ എന്തൂസിയാസം. അതായത് നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ജോയിൻ ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ആവശ്യമുള്ളവരെയാണ്, അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഗ്രോത്തിന് ഒരു പാർട്ടാകാൻ സാധിക്കുന്നവരെയാണ്. അപ്പം നമുക്ക് ആ കമ്പനിയോടൊരു എന്തൂസിയാസം വേണം. നമുക്കത് കേൾക്കാനൊന്നും വലിയ താല്പര്യം ഇല്ലെങ്കിലും നമ്മൾ നല്ല തലനോട് ചെയ്യുക, എല്ലാവരും ഇൻട്രസ്റ്റോടു കൂടി കേൾക്കുക. എന്തെങ്കിലും ചോദ്യം ചോദിക്കാനൊക്കെ അവസരം പറ്റിയാൽ വളരെ സിൻസിയറായിട്ട് സൂക്ഷിച്ച് എന്താ ചോദിക്കുന്നതെന്ന് ചിന്തിച്ചിട്ട് നമ്മൾ അതിനെക്കുറിച്ചൊക്കെ അവരോട് ചോദിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ എന്തൂസിയാസം, ആ കമ്പനിയോടുള്ള ഇൻട്രസ്റ്റ് ആണ് കാണിക്കുന്നത്. ഇതൊക്കെ ഒരു പോസിറ്റീവ് പോയിൻ്റാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളോടുള്ള പർട്ടിക്കുലർ ക്വസ്റ്റ്യൻസ്, ആ ഫീൽഡിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. ആ ക്വസ്റ്റ്യൻസ് നമ്മൾ അതിൻ്റെ അകത്ത് കുറച്ച് ആൻസർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുറച്ച് പോയാലും അത് അത്ര മീൻസ് ഒരു പ്രോബ്ലം ഇല്ലാത്ത കാര്യമാണ്. ഒരു ഇൻ്റർവ്യൂവിനറിയാം നിങ്ങളൊരു 75% അവിടെ നമ്മുടെ നോളജിൻ്റെ 75% ഒരു ഇൻ്റർവ്യൂ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം നമ്മളൊരു 60% എങ്കിലും കൊടുത്താലേ നമ്മളെ അവർ ഹയർ ചെയ്യത്തുള്ളൂ. സോ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുവാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് അറിയത്തില്ലാത്ത കാര്യങ്ങൾ വേറെ ആൻസർ പറഞ്ഞ് അത് മാനിപ്പുലേറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ അറിയില്ലെങ്കിൽ അറിയില്ല എന്നുള്ള കാര്യം അഡ്മിറ്റ് ചെയ്യുക. ഇതിനെക്കുറിച്ച് എനിക്കൊരു ക്ലിയർ ഐഡിയ ഇല്ല, ഞാനിത് ലേൺ ചെയ്തോളാം. അതായത് ജസ്റ്റ് ഷോ ദ വില്ലിങ്നെസ് ടു ലേൺ. നിങ്ങൾ പഠിക്കാതെ അറിയാൻ താല്പര്യമാകുമ്പോൾ ഞാൻ ചെയ്തോളാം എന്നുള്ള കാര്യം നിങ്ങൾ അറിയിക്കണം. അല്ലാതെ അതിനെക്കുറിച്ച് ഓവറായിട്ട് സംസാരിക്കുകയോ പ്രൂവ് ചെയ്യുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മുടെ സംസാരം അല്ലെ ആൻസർ ട്രൂത്ത്ഫുൾ ആയിരിക്കണം. പഠിച്ചതിനേക്കാൾ കൂടുതൽ നമ്മൾ ചെയ്ത കാര്യങ്ങളായിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഇതനുസരിച്ച് അവർ നമുക്ക് ജോലി തന്നാൽ ചിലപ്പോൾ നമുക്ക് ആ പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റില്ല. അപ്പം നമ്മുടെ പ്രൊബേഷൻ പീരീഡിൽ തന്നെ നമ്മുടെ അപ്രൈസൽ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഇമ്പ്രൂവ്മെൻറ്റ് പ്ലാനിലൊക്കെ ഒരുപാട് പ്രോബ്ലംസ് വരും. പിന്നെ നമ്മൾ ഒത്തിരി എക്സാഗ്രേറ്റ് ചെയ്ത് പറയരുത്. ചെറിയ കാര്യം ചെയ്തിട്ട് വലിയതായിട്ട് എക്സാഗ്രേറ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ ട്രിക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. ട്രിക്കി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അവർക്ക് നിങ്ങളുടെ ആൻസറിനേക്കാൾ കൂടുതൽ നിങ്ങൾ എങ്ങനെയാണ് ക്രിട്ടിക്കൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു സ്ട്രെസ്സുള്ള സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ സ്റ്റേ കാം, ദെൻ തിങ്ക്, അത് കഴിഞ്ഞ് ആൻസർ പറയുക.
ആ ആൻസർ അവർക്ക് അക്സെപ്റ്റബിൾ ആണെങ്കിലും ഇല്ലെങ്കിലും അവരതിൽ നിന്ന് ഒബ്സർവ് ചെയ്തത് നിങ്ങളുടെ പേഷ്യൻസ് ആണ്, നിങ്ങളുടെ സ്ട്രെസ് മാനേജ്മെൻ്റ് ആണ്. അത് ആൻസർ എങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല, അവിടെ അത് ഒബ്സർവ് ചെയ്തു. പക്ഷേ ഇത് കേൾക്കുമ്പോഴേ നമ്മൾ പേടിച്ച് പാനിക്കുക, ഇതിനെങ്ങനെ ആൻസർ പറയും, അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ അത് മീൻസ് നമ്മൾ ചിന്തിച്ച് ആണെങ്കിൽ പ്രോബ്ലമാണ്. കാരണം ആൻസറിനേക്കാൾ കൂടുതൽ നമ്മുടെ അപ്പിയറൻസ് എങ്ങനെ നമ്മൾ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഡീൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലാവും നിങ്ങൾക്ക് പ്രഷർഫുള്ളായിട്ടുള്ള ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നവർക്ക് മനസ്സിലാവും. എപ്പോഴും നമ്മളൊരു ഒരു റിയൽ ലൈഫിനെ മീൻസ് ബേസ് ചെയ്ത് വേണം എന്തെങ്കിലുമൊക്കെ എക്സാമ്പിളോ കാര്യങ്ങളോ ഒക്കെ പറയാം. അതായത് നിങ്ങൾ നിങ്ങളുടെ ജോലി സമയത്ത് ഫേസ് ചെയ്ത കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴെല്ലാം നമ്മുടെ സ്കില്ല് അതിൻ്റെ അകത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിൽ വേണം നിങ്ങളത് അവതരിപ്പിക്കാൻ. ഇങ്ങനെയെല്ലാമായി നമുക്കൊരു പോസിറ്റീവ് ഇംപ്രഷൻ ആ ഇൻ്റർവ്യൂ ബോഡി ലീവ് ചെയ്യാൻ പറ്റി. നിങ്ങളുടെ ഓരോ ക്വസ്റ്റ്യൻസും ആൻസറും എല്ലാം തെറ്റി, പക്ഷേ നമ്മുടെ അപ്പിയറൻസ്, കോൺഫിഡൻസ്, നമ്മുടെ പ്രിപ്പറേഷൻ ഇതെല്ലാം അവർക്ക് മനസ്സിലായെങ്കിൽ, പ്രിപ്പയർ ചെയ്ത് വരുന്നതേ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴേ നമുക്കറിയാം ഇവർ പ്രിപ്പറേഷൻ ഇല്ല, അല്ലെ അവരുടെ പാനിക് മൂഡ് കാണുമ്പോൾ നമുക്കറിയാം അവർ പ്രിപ്പറേഷൻ ഇല്ല. അത് നമ്മൾ നന്നായിട്ട് അസസ് ചെയ്യുന്നതാണ്. അപ്പം നമ്മുടെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് അസസ് ചെയ്യപ്പെടും. പിന്നെ എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യണം. അത് ഒരു ഓവർ റെസ്പെക്റ്റ് അല്ല, ഇങ്ങനെ ഭയങ്കര വിനയമൊക്കെ കാണിക്കുന്ന കാണാം, അതൊന്നുമല്ല. ജസ്റ്റ് റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കുക. പിന്നെ കോൺഫിഡൻസ് ആയിട്ടിരിക്കുക, ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കാണിക്കുക. പിന്നെ വേറായിട്ടും എല്ലാത്തിലും ഒരു ട്രൂത്ത്ഫുൾനെസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഇൻ്റർവ്യൂ തന്നെ നമ്മളെ അവർ ഹയർ ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മളിങ്ങനെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഒരു ഇൻ്റർവ്യൂവിന് പോകാൻ, അല്ലാതെ ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ ഇൻ്റർവ്യൂവിന് പോകരുത്. കാരണം ഇന്ന് ഒരുപാട് പേരുണ്ട് ജോലിക്ക് വരുന്നതും ഇൻ്റർവ്യൂവിന് വരുന്നതും. അപ്പോൾ അതിൽ നിന്ന് അവർ ബെസ്റ്റാണ് സെലക്ട് ചെയ്യുന്നത്. ആ ബെസ്റ്റ് ആകുക എന്നുള്ളതാണ് നമ്മുടെ ഇൻറ്റൻഷൻ.